ലവ് ജിഹാദ് പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ തിരക്കിട്ട് കേസെടുക്കില്ല. ജോർജിന്റെ പ്രസംഗം വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. നിയമോപദേശം തേടിയ ശേഷമായിരിക്കും കേസെടുക്കുക. ജോർജിനെതിരെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും SDPIയുമാണ് പരാതി നൽകിയിട്ടുള്ളത്. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട. മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ. ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പോരാടുക, അതോടൊപ്പം ലവ് ജിഹാദ് സംബന്ധിച്ച പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ തിരക്കിട്ട് കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിലാണ് പോലീസ്. പാലായിൽ പി.സി. ജോർജ് നടത്തിയ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം നിയമോപദേശം തേടും. ഇതിനുശേഷമായിരിക്കും തുടർ നടപടി. ജോർജിന്റെ പ്രസ്താവന സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുമെന്നും ഒരു സമുദായത്തിനെതിരെ പി.സി. ജോർജ് തുടർച്ചയായ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ്, മുസ്ലിം യൂത്ത് ലീഗ്, SDPI എന്നീ സംഘടനകൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് തൊടുപുഴയിലും യൂത്ത് ലീഗ് പാലയിലും SDPI DGPക്കുമാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ഞായറാഴ്ച പാലയിൽ നടന്ന ലഹരി വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു പി.സി. ജോർജിന്റെ പരാമർശം. കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്നും മീനച്ചൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടുവെന്നും ഇതിൽ 41 പേരെ മാത്രമാണ് തിരികെ കിട്ടിയതെന്നുമായിരുന്നു പി.സി. ജോർജിന്റെ പരാമർശം. നാർക്കോട്ടിക് ജിഹാദിനും ലവ് ജിഹാദിനുമെതിരെ ക്രൈസ്തവരും ഹൈന്ദവരും ഒന്നിക്കണമെന്നും ജോർജ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. ചാനൽ ചർച്ചയ്ക്കിടെ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ പി.സി. ജോർജിന് കഴിഞ്ഞ മാസം 28-നാണ് ഈരാറ്റുപേട്ട കോടതി ജാമ്യം അനുവദിച്ചത്. അമൃത ന്യൂസ്, കോട്ടയം.